ഹലോ, വെൽക്കം ടു പ്രഗ്നൻസി ടിപ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രായം കൂടുന്തോറും ഗർഭിണിയാവാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ട്, അതുപോലെ ഗർഭിണിയാവാനുള്ള ഏറ്റവും നല്ല പ്രായം ഏതാണ്, എന്തുകൊണ്ടാണ് പ്രായം കൂടുന്തോറും ഗർഭിണിയാവാനുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരിക എന്നുള്ളതൊക്കെയാണ്. സ്ത്രീകളിൽ ഗർഭധാരണത്തിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വയസ്സ് അല്ലെങ്കിൽ പ്രായം എന്നുള്ള ഒരു കാര്യം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമില്ല. എന്നിരുന്നാലും ഒരു ചെറിയ പ്രാധാന്യമൊക്കെ അവർക്കും ഉണ്ട്. നല്ല പ്രായം കൂടിയിട്ടുണ്ടെങ്കിൽ പ്രത്യുൽപാദന ശേഷി കുറയാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും സ്ത്രീകളെ അപേക്ഷിച്ച് അവർ പ്രായം പ്രത്യുൽപാദന ശേഷിയെ അത്ര കണ്ടു ബാധിക്കുന്നില്ല. എന്നാൽ സ്ത്രീകളിൽ പ്രായം കൂടുന്തോറും അണ്ടത്തിന്റെ എണ്ണവും ഗുണമേന്മയും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന ശേഷി വയസ്സിനനുസരിച്ച് എങ്ങനെ മാറ്റം വരുന്നു എന്ന് നോക്കാം. ഒരു സ്ത്രീ ഗർഭിണിയാവാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം എന്ന് പറയുന്നത് 20കളിലാണ്. 30കളുടെ തുടക്കത്തിൽ അത് ചെറുതായി കുറഞ്ഞു വരും. ഒരു 35 കഴിയുമ്പോഴേക്കും അത് കുറച്ചുകൂടി സ്പീഡിൽ കുറയാൻ തുടങ്ങും. എന്നാൽ ഒരു 40 കഴിയുമ്പോഴേക്കും അത് കുത്തനെ അങ്ങ് കുറയുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്നാൽ ഒരുപാട് സ്ത്രീകളെ നമുക്കറിയാം 40 കഴിഞ്ഞതിന് ശേഷവും ഗർഭിണിയാകുന്നതും ഒരു കുഴപ്പമില്ലാണ്ട് പ്രസവിക്കുന്നതും നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 20കളിൽ തന്നെ ഗർഭിണിയാവാൻ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ളതും ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പേഴ്സൺ വൈസ് എല്ലാം നമ്മൾ ഈ കാര്യങ്ങളൊന്നും പറയുന്നത് കോമൺ ആയിട്ട് പ്രായം അനുസരിച്ച് ഓരോരുത്തർക്കും എങ്ങനെ വരാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. 40 വയസ്സൊക്കെ കഴിഞ്ഞ് ഗർഭിണിയാവുമ്പോൾ ഗർഭിണിയാവാനുള്ള ചാൻസ് ഒരുപാട് കുറവാണ്. അതുപോലെ തന്നെ ഗർഭിണിയായാൽ തന്നെ അത് അലസിപ്പോകാൻ മറ്റ് കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അതായത് ഈ സമയങ്ങളിൽ ഷുഗർ, പ്രഷർ എല്ലാം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ കുഞ്ഞിനെയും അമ്മയെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ IVF പോലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള സക്സസ് റേറ്റ് 30, 35, 36 വയസ്സിനുള്ളതിനെ അപേക്ഷിച്ച് വളരെ കുറവ് തന്നെയാണ്. ഇപ്പൊ സ്ക്രീനിൽ കാണിക്കുന്ന ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്ത്രീകളുടെ വയസ്സും നമ്പർ ഓഫ് എക്സും തമ്മിലുള്ള ബന്ധം. ഈ ചാർട്ട് പ്രകാരം നിങ്ങൾക്ക് കാണാം ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ 1 മുതൽ 2 മില്യണോളമാണ് എക്സ് ഉള്ളത്. പിന്നീട് പ്രായപൂർത്തിയാവുന്ന ടൈം ആകുമ്പോഴേക്കും തന്നെ അത് 3 ലക്ഷം മുതൽ 5 ലക്ഷമായിട്ട് കുറയുന്നുണ്ട്. പിന്നീട് ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം 25,000 അടുത്ത് മാത്രമേ എക്സ് കാണുന്നുള്ളൂ. 50 വയസ്സ് കഴിയുമ്പോഴേക്കും അത് 1000-ലും കുറവായിട്ടാണ് മാറുന്നത്. ഇതിൽ തന്നെ ആദ്യമായിട്ട് ആർത്തവം ആവുന്നത് മുതൽ ആർത്തവ വിരാമം വരെ ഒരു 300 മുതൽ 400 ഫോളിക്കിൾസ് മാത്രമേ ഓവുലേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ മുരടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ആർത്തവ വിരാമത്തിന് ശേഷം അണ്ഡാശയം ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം അതിൽ ഫോളിക്കിൾസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് പ്രായം കൂടുന്നതിനനുസരിച്ച് അണ്ടത്തിന്റെ നമ്പേഴ്സിന് വരുന്ന വ്യത്യാസം. ഇതുപോലെ തന്നെ അണ്ടത്തിന്റെ ക്വാളിറ്റിക്കും ഒരുപാട് വ്യത്യാസം സംഭവിക്കുന്നുണ്ട് ഓരോ പ്രായം കൂടുന്തോറും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പ്രായം കൂടുന്നതിനനുസരിച്ച് അണ്ടത്തിന്റെ ഉള്ളിലുള്ള DNA ഉണ്ട്. DNAക്ക് ഒരുപാട് വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്രോമസോമൽ അബ്നോർമാലിറ്റി സംഭവിച്ച് രൂപപ്പെടുന്ന അണ്ഡം ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്ന് ഒരു എംബ്രിയോ ആയിട്ട് രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡിഫക്റ്റ് എംബ്രിയോയ്ക്കും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഉള്ള ഭ്രൂണം ഉണ്ടാവുന്നത്. എന്നാൽ ഭാഗ്യവശാൽ ഇങ്ങനെ രൂപപ്പെടുന്ന ഭ്രൂണം ആദ്യ സ്റ്റേജിൽ തന്നെ ഇംപ്ലാന്റേഷൻ നടന്ന ഉടൻ തന്നെ ഇത് ബ്ലീഡിംഗ് ആയിട്ടൊക്കെ അലസി പോവാണ് സാധാരണ സംഭവിക്കുന്നത്. എന്നാൽ കുഞ്ഞുങ്ങൾ ജനിക്കുകയാണെങ്കിൽ തന്നെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് കാരണം ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള ചാൻസ് ഇതുകൊണ്ട് തന്നെ കൂടുതലാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ചെറുപ്പക്കാരിയായിട്ടുള്ള സ്ത്രീകൾക്കും ഈ ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന് പക്ഷേ വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രായമല്ല അതിനൊരു റീസൺ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ടെൻഷനാക്കാനോ ഒന്നുമല്ല. ഒരുപാട് പേരുണ്ട് മനഃപൂർവ്വം, അതായത് ജോലി തിരക്കുകൾ കൊണ്ടും പഠിപ്പിൻ്റെ തിരക്കുകൾ കൊണ്ടും ഒക്കെ കുഞ്ഞുങ്ങൾ ലേറ്റായിട്ട് മതിയെന്ന് തീരുമാനിക്കുന്നവർ. എപ്പോൾ ഗർഭിണിയാണോ എപ്പോൾ അമ്മയാണോ എന്നുള്ളത് ഒരു സ്ത്രീയുടെ പേഴ്സണൽ ചോയ്സ് തന്നെയാണ്. എങ്കിലും അമ്മയുടെ ആരോഗ്യവും കുഞ്ഞിൻ്റെ ആരോഗ്യവും കണക്കിലെടുത്ത് തന്നെ ആയിരിക്കണമല്ലോ ഗർഭിണിയാവുന്നതും അമ്മയാവുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും ശ്രദ്ധിക്കുക. ലേറ്റ് 20s നിൽക്കുന്നവർ, അതായത് 30 വയസ്സൊക്കെ ആവാറായി നിൽക്കുന്നത്, 27, 28 വയസ്സായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു കുഞ്ഞുണ്ടാവാൻ ഇപ്പോൾ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വൈകിപ്പിക്കാതെ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ 30-35 ഇടയിൽ ഏജുള്ള സ്ത്രീകളാണെങ്കിൽ കൂടെ അവരൊരിക്കലും വൈകിട്ടില്ല, പേടിക്കേണ്ട ആവശ്യമില്ല.
എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ, ഒരു ഗൈനക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനോ കണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ് നല്ലത്. ഇനി 35 എബോവ് ഏജ് ഉള്ളവരാണെങ്കിൽ കൂടെ ഇനിയും വെയിറ്റ് ചെയ്യിപ്പിക്കാതെ ഏതെങ്കിലും ഒരു അസിസ്റ്റന്റ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി ഉപയോഗിച്ച് ഗർഭിണിയാവാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇനി 40 എബോവ് ഏജ് ഉള്ളവരാണെങ്കിൽ കൂടെ ഇന്നത്തെ കാലത്ത് ഒരുപാട് നൂതന ടെക്നോളജീസ് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു മാർഗം സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും ഉൾക്കൊള്ളുക, പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക. ഇനിയും കുഞ്ഞുങ്ങളായില്ലല്ലോ, ഇത്രയും വയസ്സായല്ലോ എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ പോയി കണ്ട് ട്രീറ്റ്മെൻറ്റോ എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ദയവായി മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്